പാഠഭാഗത്തിലൂടെ നിങ്ങളുടെ കുട്ടിയുടെ അഭിരുചി നിർണ്ണയം നടത്തി ഏറ്റവും മികച്ച കരിയർ തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുന്നു കരിയർ ഗുരു. Learn stock trading with Million Dots. To know more, link in description. ദൂരെ ഒരു സ്ത്രീയുടെ രൂപം ആ ബീച്ചിൽ കുറച്ച് ദൂരെയായിട്ടാണ് അവരിങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ് അവിടെ. പെട്ടെന്ന് എല്ലാവരും അതിലേക്ക് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് അപ്രത്യക്ഷമായി പോയി. ഞങ്ങളൊരു പ്രേതത്തിനെ കണ്ടിട്ടുണ്ട്. ക്ലാസ്സിൽ ഇരുട്ടടിയൊന്നുമില്ല, നേരിട്ട് പറഞ്ഞ നോട്ടീസ് കൊടുത്തിട്ടുള്ള അടിയാണ്. എങ്ങനെയാണ് ഈ അന്ധവിശ്വാസങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുന്നത്? അതിനുവേണ്ടി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ആൾദൈവങ്ങൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എല്ലാം വളരെ കൃത്യമായും വൃത്തിയായും പറയുന്ന ഒരു ചാനലാണ് ട്രിക്സ് ചാനൽ. മെൻ്റലിസ്റ്റും യൂട്യൂബറുമായ ഫാസിൽ ബഷീറാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പേപ്പറിൽ ഞാനൊരു കാര്യം എഴുതുന്നുണ്ട്. ഇതെൻ്റെ ഒരു പ്രഡിക്ഷൻ ആണ്. അത് ആദ്യം ഒന്ന് എഴുതാൻ കുറച്ച് സമയം എടുക്കണേ. ഓക്കെ. അപ്പോൾ ഈ ഒരു പേപ്പറിൽ എൻ്റെ പ്രഡിക്ഷൻ ഉണ്ട്. ഇത് ഇവിടെ തന്നെ വെക്കണോ അതോ കയ്യിൽ വെക്കണോ? എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അവിടെ വയ്ക്കാം. ഇവിടെ വെച്ചാൽ മതി. ഓക്കെ. ഇനി ഇവിടെ 3 വസ്തുക്കളാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ശ്രദ്ധിച്ച് നോക്കാം. ഇതിലേക്ക് തന്നെ നോക്കാം. മൊബൈൽ ഫോൺ, എൻ്റെ കാറിൻ്റെ താക്കോലാണ്, പിന്നെ ഒരു കപ്പ്. വളരെ സാവധാനത്തിൽ ആലോചിച്ച്, വളരെ തിരക്കിൽ പിടിച്ചൊന്നും ചെയ്യേണ്ട, വളരെ സാവധാനത്തിൽ ആലോചിച്ചിട്ട് ഇതിൽ നിന്നും ആദ്യം ഇഷ്ടമുള്ള ഒരു വസ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം. ഓക്കെ. ഞാൻ അങ്ങോട്ട് നോക്കുന്നു പോലുമില്ല, ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഞാൻ നോക്കുന്നു പോലുമില്ല. ഇഷ്ടമുള്ള ഒരു വസ്തു ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം. റെഡി? എടുത്തോളൂ. എടുക്കുന്നത് എന്താണെങ്കിലും പോക്കറ്റിലിടാം. ഓക്കെ. എടുത്തു. ഓക്കെ. ഇനി എന്തായാലും 2 വസ്തുക്കൾ അവിടെ അവശേഷിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് അടുത്തത് എടുക്കാം. വളരെ സാവധാനം ആലോചിച്ച് എടുത്താൽ മതി. ഏത് വേണമെങ്കിലും എടുക്കാം. എടുക്കുന്നത് എന്താണെങ്കിലും കയ്യിൽ ഹോൾഡ് ചെയ്യാം. ഓക്കെ. റെഡി? കയ്യിൽ ഹോൾഡ് ചെയ്യാം. എടുത്തു. ഇനി 3ാമത് അവശേഷിക്കുന്നത് എന്താണെങ്കിലും അതെടുത്ത് എൻ്റെ കയ്യിൽ തരാം. അപ്പോൾ ഇത് 3ഉം താങ്കളുടെ ചോയ്സ് ആയിരുന്നു. എൻ്റെ ഭാഗത്തു നിന്നുള്ള ഫോഴ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. താങ്കളുടെ സ്വയം ഇഷ്ടപ്രകാരം ചെയ്തല്ലേ. ഇനിയിപ്പോൾ ക്യാമറയിലൂടെ കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും ചിലപ്പോൾ നമ്മൾ പ്ലാനിങ് ആണെന്ന് വിചാരിക്കും. ചെറിയ ചെറിയ ഓഡിയൻസിന് മുമ്പിലൊക്കെ നമ്മൾ ലൈവായിട്ട് ചെയ്യുന്ന പെർഫോമൻസ് തന്നെയാണ്. ഇതിൽ യാതൊരു തരത്തിലുള്ള എന്താ പറയുക പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നടന്നിട്ടില്ല. ഇനി ഇവിടെ എന്താണ് അത്ഭുതം എന്നുള്ളതായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ ആ ഒരു പേപ്പർ എടുത്തിട്ട് എൻ്റെ പ്രഡിക്ഷൻ എന്താണെന്നുള്ളതൊന്ന് വായിക്കാം. വായിച്ചു. The key will be in pocket. കീ എവിടെയാണ്? ഇവിടെ തന്നെ ഉണ്ട്. പോക്കറ്റിലാണ്. You will hold the cup. കപ്പ് കയ്യിലായിരുന്നല്ലേ? അത് കയ്യിലായിരുന്നു. And I will have the phone. ഇതെങ്ങനെ എഴുതിയ അല്ലേ? എനിക്കൊരു സംശയമുണ്ട്. അല്ല, ഇത് ഏത് പെർഫോമൻസ് കഴിഞ്ഞാലും എല്ലാവരും ചോദിക്കുന്നത് തന്നെയായിരിക്കും. അതായത് അതെങ്ങനെയാണത്, അതിന്റെ ട്രിക്ക് ഒന്ന് പറഞ്ഞു തരാൻ പോകുന്നത്? അതെ, ശരിക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഈ കീ ഓക്കെ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് എന്തായാലും വണ്ടിയാണ്. അപ്പൊ അത് എടുക്കാം എന്നായിരുന്നു. അപ്പൊ 2ാമത് ഫോണും ഈ കപ്പും ഉണ്ട്. അപ്പൊ ഞാൻ കരുതി എനിക്ക് ഫോൺ കിട്ടിയിട്ട് കാര്യമില്ല, കപ്പ് എന്ന് പറയുന്നത് എനിക്ക് ചായ ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും കപ്പ് എടുക്കാം, അതായിരിക്കുമല്ലോ എനിക്ക് യൂസ്ഫുൾ ആയിട്ട്. ഫോൺ എന്റെ ആയിരുന്നല്ലോ, ഫോൺ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ സെലക്ട് ചെയ്ത അല്ല ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്തെങ്കിലും ഒരു ചെറിയ ക്ലൂ എങ്കിലും തരും. ഇത് കുറച്ച് എന്താ പറയാ, ഇത് വിജയിക്കാൻ സാധ്യത കുറച്ച് കുറവുള്ള ഒരു സംഭവമാണത്. കാരണം ഇത് ചെയ്തെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണിത്. കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്ത് ഇതേ രീതിയിൽ ഒരു അത്ഭുതമാണെന്ന് വിശ്വസിപ്പിക്കുക എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പെർഫോമൻസ് ആണിത്. എന്തായാലും വിജയിച്ചു. ഈ ട്രിക്സ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് സത്യത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഫയർ എസ്കേപ്പ് ആക്ട് ചെയ്തിട്ടാണ് ഈ മുഖം ഇങ്ങനത്തെ രൂപത്തിൽ എത്തുന്നത്. ആ സമയത്ത് ഒരു പക്ഷേ മുതുകാട് സാറൊക്കെ ഫയർ എസ്കേപ്പ് ആക്ട് ചെയ്തിട്ട് പൊള്ളലൊക്കെ ഏറ്റ സമയമായിരുന്നു എന്നാണ് മനസ്സിലാക്കണേ. അവിടെ നിന്നാണ് തുടക്കം ശരിക്കും. മാജിക് എന്ന് പറയുന്ന കലയിൽ നിന്നാണ് ഇപ്പോൾ ട്രിക്സ് എന്ന് പറയുന്ന ഒരു ചാനലിൽ എത്തി നിൽക്കുന്നത് തന്നെ. കാരണം അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എപ്പോഴും മാജിക് തന്നെയാണ്. മാജിക്കിൻ്റെ പിന്നിലുള്ള ട്രിക്കുകളൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന പല ട്രിക്കുകളും നമുക്ക് റിവീൽ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാൽ ശരിക്കും 2005 ഫയർ എസ്കേപ്പ് തന്നെയാണ് എന്താ പറയുക ആദ്യമായിട്ട് എന്നൊന്ന് ശ്രദ്ധിക്കപ്പെടുന്നത് എന്ന് വേണം പറയാനായിട്ട്. ഭൂതം പ്രേതം എന്നൊക്കെ പറയുന്ന കുറേ പിശാചുക്കൾ ഇവരെയൊക്കെ പിടിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അത്ഭുതങ്ങളെയൊക്കെ റിവീൽ ചെയ്യും. ഇതാണ് ട്രിക്സ് ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആയിട്ട് നമ്മുടെ മെയിൻ സ്ട്രീം ചാനലുകളെ സമീപിച്ചിട്ടുണ്ടായിരുന്നില്ല? തീർച്ചയായിട്ടും. മെയിൻ സ്ട്രീം ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 മുതൽ ഞാൻ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകളൊക്കെ സമീപിച്ചാണ് ഈ ഒരു കോൺസെപ്റ്റ്. അതിന് മുൻപ് ഞാൻ കുറച്ച് നാൾ പല ചാനലുകളിലും പുറത്തുനിന്ന് നമ്മൾ കോൺസെപ്റ്റ് കൊടുത്തിട്ട് നല്ല കോൺസെപ്റ്റുകളൊക്കെ കൊടുത്ത് ഞാനങ്ങനെ ചെറിയ രീതിയിൽ പ്രോഗ്രാം ഡയറക്റ്റ് ഒക്കെ ചെയ്തിരുന്നതാണ്. പല ചാനലുകളിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിചയം വെച്ചുകൊണ്ട് തന്നെ ഒരു പുതിയ കോൺസെപ്റ്റ് എന്നുള്ള നിലയ്ക്ക്
കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഫേക്കായിട്ടുള്ള പല കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിക്കുന്നു. അപ്പോൾ ഞാൻ അംഗമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിലും ഇത് വരും. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, കാരണം ഇത് തെറ്റാണ്, ഇത് ഫേക്കാണ്, ഒരിക്കലും അത് ഷെയർ ചെയ്യരുതെന്ന് പറയുമ്പോൾ അവർ ചോദിക്കും എങ്ങനെ മനസ്സിലാക്കാം അത് എന്നുള്ളത്. അല്ലെങ്കിൽ അവർ നമ്മളെ ഒന്ന് ചലഞ്ച് ചെയ്യും, എന്നാൽ നീ ഒന്ന് തെളിയിക്കുക എന്നുള്ള രീതിയിൽ. അവരുടെ മുമ്പിൽ അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ ചെറിയ രീതിയിൽ ഞാനത് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ കാണിക്കുമായിരുന്നു. പരിചയമുള്ള എല്ലാ ചാനലുകളും സമീപിച്ചു. കോൺസെപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും കൊള്ളാം, നല്ലതാണ്. അപ്പോൾ ഒരു പൈലറ്റ് എപ്പിസോഡ് എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കുമ്പോൾ അവർ പറയില്ല ഇത് പ്രശ്നമാവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ് പരസ്യക്കാർ പിന്മാറും, വലിയ വിഷയങ്ങൾ. കാരണം ഇതിനൊന്നും പരസ്യം തരാൻ ആരും തയ്യാറാവില്ല. അങ്ങനെ പിന്നെ ചാനലുകാർ പിന്മാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ നമ്മൾ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചു. യൂട്യൂബിനെ പറ്റി നമുക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായില്ല. നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് നമുക്കൊന്ന് യൂട്യൂബിൽ ചെയ്യാം എന്ന് പറഞ്ഞത്. തുടക്കത്തിലൊക്കെ അറിയാലോ വലിയ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് ആളുകൾക്ക് അതിൻ്റെ യാഥാർത്ഥ്യം നമ്മളിങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ് ആളുകൾക്ക് അത് മനസ്സിലായി തുടങ്ങി. ഇപ്പോൾ നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നെയാണ്. ഈ പ്രേതത്തെയൊക്കെ ഓടിച്ചിട്ട് പിടിക്കുമോ? എങ്ങനെയാണ്? ഏറ്റവും അധികം ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈ പറഞ്ഞ പ്രേതം, അല്ലേ? അറിയാം. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ നമ്മളിപ്പോൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഡീറ്റെയിൽസ് ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ, ഇപ്പോൾ ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യൂട്യൂബ് വഴി വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏറ്റവും അധികം ഫോളോവേഴ്സിനെ കിട്ടാൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് സോഷ്യൽ മീഡിയയുടെ നമുക്ക് പറഞ്ഞു തരും, യൂട്യൂബർ നമുക്ക് പറഞ്ഞു തരും. കാരണം നിങ്ങൾ ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യും, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ. കാരണം ഏറ്റവും അധികം സെർച്ച് വരുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നത് അത്തരം കാര്യങ്ങളാണ്. അപ്പൊ ഇപ്പോഴും ആളുകൾക്ക് അത് വലിയൊരു ഇഷ്ടമാണ് ഗോസ്റ്റ് ഹണ്ടിങ്. അതെ. എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നിലവിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. എല്ലാം കഥകളിലൂടെയും ഒക്കെയാണ് സംഭവം ഉള്ളത്, അറിയാലോ. ഇപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ 5 or 6 എപ്പിസോഡുകൾ നമ്മൾ ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ ആദ്യ എപ്പിസോഡ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഗോസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാത്ത കാര്യത്തിനെ പറ്റി നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. പിന്നെയും ആളുകൾ ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ഇന്ന സ്ഥലത്ത് കണ്ടല്ലോ, അത് ചിലപ്പോൾ ഉള്ളതായിരിക്കുമോ, നമ്മൾ തീർത്ത് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പോലും വീണ്ടും ആളുകൾക്ക് ഇങ്ങനെ. അപ്പോൾ അതിലൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ സുമതി വളവ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ നേരിട്ട് പോയ ഒരു സ്ഥലമാണ്. അത് ആളുകളെ അയക്കുമ്പോൾ ഞാൻ അവരോട് പറയും ഇത് അങ്ങനെ ഒരു സംഭവം ഇല്ല, എന്തിനാണ്. അപ്പോൾ പക്ഷേ ഇങ്ങനെ ചാനലുകാർ ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പോഴും അവിടെ സുമതിയുടെ ആത്മാവുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ ആളുകളത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ നേരിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ നേരിട്ട് പോയി. അവിടെ അവർക്കതൊരു തമാശയാണ്, അവർക്കതൊരു കോമഡിയാണ്. അവരുടെ നാടിനെ ഇതേ രീതിയിലുള്ള ചാനലുകാർ വന്ന് മോശമാക്കുന്നു എന്നുള്ളൊരു പരിഭവവും പരാതിയുമാണ് അവരെന്നോട് പറഞ്ഞത്. അവിടെ ആർക്കും അങ്ങനെ ഭയമോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല. പകല് എനിക്ക് തോന്നുന്നു വളരെ രസകരമായിട്ടുള്ള ഒരു സ്ഥലമാണ്, അല്ലേ? വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. പിന്നെ അവിടെ ഒരു വലിയൊരു ഭീകരമായൊരു വളവ്, അത് വലിയൊരു, കാരണം ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് ആ വളവിൽ ഇങ്ങനെ കയറ്റം കയറി വരുന്ന സമയത്ത് ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നാൽ ബൈക്ക് മറിയും. കാരണം അതേ രീതിയിലാണ് ആ വളവ് ഇങ്ങനെ വന്നിരിക്കുന്നത്, അല്ലെ? കൂടുതൽ അപകടം നടക്കുന്നത് കൊണ്ടായിരിക്കാം അത് സുമതിയുടെ ആത്മാവ് ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിൽ ഇന്നും ആളുകൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചാനലുകാരെയും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം നമ്മളന്ന് വിവരിച്ചു. പക്ഷേ വീണ്ടും കുറച്ച് ആളുകൾ, മറ്റുള്ള കുറച്ച് യൂട്യൂബേഴ്സ്, ഇത് റിലേറ്റ് ചെയ്ത് വീഡിയോകളൊക്കെ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആണെന്ന് തോന്നുന്നു, കുറച്ച് വിമർശനമൊക്കെ ആയിട്ട് വന്നു. എന്തുകൊണ്ട് രാത്രി 12 മണിക്ക് പോയി നോക്കിയില്ല? രാത്രി 12 മണിക്കല്ലേ പോയി നോക്കേണ്ടത്, അപ്പോഴല്ലേ അറിയുള്ളൂ പ്രേതമുണ്ടോ. അപ്പോൾ ഈ ഗോസ്റ്റ് ഇല്ല എന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം രാത്രി 12 മണിക്ക് കാട് കയറേണ്ട കാര്യമില്ല. ആദ്യം ഞാൻ വിചാരിച്ചു രാത്രി തന്നെ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഒരിക്കലും ഫോറസ്റ്റിന്റെ പെർമിഷൻ ഒന്നുമില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, നിയമവിരുദ്ധമാണ്. നമ്മളവിടെ രാത്രി ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനുവാദമില്ലാത്തൊരു കാര്യമാണ്. പേഴ്സണലി ചെയ്തതിനകത്ത് ഒരു വീട്ടിലേക്ക് കല്ല് വീഴുന്നത്, കല്ല് ഇവിടെ നിന്നാണ് വരുന്നത്, കല്ലിന്റെ ഉറവിടം അറിയില്ല, വലിയ വാർത്തയാവുന്നു, പിന്നീട് നേരിട്ട് പോകുന്നു. ആ സംഭവത്തിലും ഇതേപോലെ ആയിരുന്നോ സംഭവിച്ചത്? ചാനലുകാർ പറയുന്ന വീട് പൂർണ്ണമായിട്ട് നശിച്ചു, കല്ലിങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പൊങ്ങി വരുന്നത് കണ്ടു, അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ട്. അവിടെ വീട്ടുകാരുടെ ബൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ നേരിട്ട് കണ്ടതായിട്ടൊക്കെ അവർ പറയുന്നുണ്ട്. ചാനലിലൂടെ വന്ന വാർത്തയും കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് നമുക്കവിടെ നേരിട്ട് കാണാൻ സാധിച്ചത്. ആളുകൾ തന്നെ, വ്യക്തികൾ തന്നെ ചെയ്ത ഒരു പ്രവർത്തനമായിരുന്നു. അതല്ലാതെ അത് എന്താ പറയുക, ചാത്തനെറിഞ്ഞതോ അതല്ലെങ്കിൽ ഭൂമിയുടെ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ കണ്ട ചില എപ്പിസോഡുകളെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു കല്ലറയിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരുന്നു എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു വീഡിയോയ്ക്കും ഫേഴ്സിൽ നേരിട്ട് പോകുന്ന കണ്ടായിരുന്നു. അതിന്റെ സത്യാവസ്ഥ എന്തായിരുന്നു? സാധാരണ ഒരു കല്ലറ പോലെ ആയിരുന്നില്ല അത്. നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് നേരിട്ട് അവിടെ ചെന്ന് പരിശോധിച്ച് അതിന്റെ യാഥാർത്ഥ്യം ആളുകളെ ബോധ്യപ്പെടുത്താനായിട്ട് സാധിച്ചത്. കല്ലറയിൽ നിന്നും കണ്ണീര് പോലെ ജലം ഒഴുകുന്നു എന്നാണ് വാർത്ത വന്നിരുന്നതും. അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ 1 million മുകളിൽ ആളുകൾ കാണുകയും ചെയ്തൊരു വാർത്ത. അപ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് അയച്ചു തന്നു. അപ്പോഴും അത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ നേരിട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മളവിടെ നേരിട്ട് ചെന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കല്ലറയുടെ മുകളിൽ വെറുതെ ഒരു ബോക്സ് പോലെ അങ്ങനെ കെട്ടുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ഒരു 6 അടി
ഒരു വലിയൊരു കുഴി, അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് വാർത്തതിന് ശേഷം അതിന് മുകളിൽ ചെറിയൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ടൈൽ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഭാഗം, ഇതിൻ്റെ എഡ്ജ്, അതായത് സൈഡ് ഭാഗം ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിൽ വീഴുന്ന വെള്ളം, മഴ പെയ്യുമ്പോൾ മുകളിൽ വീഴുന്ന വെള്ളം ഇതുവഴി ഈ താഴെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അത് കുറേ സമയം നമ്മൾ പരിശോധിച്ചതിന് ശേഷമാണ് അങ്ങനെയാണ് വെള്ളം ഇതിൻ്റെ ഉള്ളിൽ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഈ സൈഡിലുള്ള, അതായത് മുകൾ ഭാഗത്തുള്ള ബോക്സ് മാത്രമാണ് കേട്ടോ. ഇത് ആ മൃതദേഹം അടക്കം ചെയ്തിരിക്കുന്നതായിട്ട് ബന്ധമൊന്നുമില്ല. കാരണം അത് താഴെയാണ്, അതിന് മുകളിൽ കോൺക്രീറ്റ് വെച്ച് ഒരു സ്ലാബ് പോലെ വാർത്ത അതിൻ്റെ മുകളിൽ ചെറിയൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കെട്ടിക്കിടന്ന വെള്ളം അതിൻ്റെ സൈഡിൽ, ആ മുകളിലെ ബോക്സ് വലിയ പെർഫെക്ഷനോട് കൂടി എല്ലാവരും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒട്ടിച്ചിരിക്കുന്നതോ സിമെൻറ്റ് തേച്ചിരിക്കുന്നതോ ഒന്നും പെർഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിലൂടെ, മുകളിലെ ഗ്യാപ്പിലൂടെ വെള്ളം അകത്തേക്ക് കയറുകയും സൈഡിലെ വിടവിലൂടെ വെള്ളം പുറത്തേക്ക് വരികയും മാത്രമാണ് ചെയ്തത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ അവിടെ ചെന്നപ്പോൾ മനസ്സിലായി. അപ്പോൾ അവിടെ ആളുകളുടെ അടുത്ത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടില്ല. വീണ്ടും ഞാൻ അവിടെ നിന്നും വെള്ളം എടുത്ത് അതിൻ്റെ മുകളിൽ ഒഴിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്നത് കൃത്യമായിട്ട് അവിടെ കിടന്ന ഒരു ഇറുക്കിൽ, അതായത് ഇറുക്കിൽ അത് നനവില്ലാത്ത ഇറുക്കിലായിരുന്നു, അത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു. ഈ വഴിയാണ് വെള്ളം പോകുന്നതെന്നും വരുന്നത് ഈ വഴിയാണെന്നും. അങ്ങനെ അത് അവർക്ക് മനസ്സിലായി. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ടും അവിടെയുള്ള കുറച്ച് നാട്ടുകാർ നമ്മളുമായിട്ട് സഹകരിച്ചത് കൊണ്ടുമാണ് നമുക്കത് നേരിട്ട് പോയി അത് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനിയിപ്പോൾ ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ഒരു വീട്ടിൽ ഒരു ശബ്ദം വരുന്നു എന്ന് പറഞ്ഞൊരു വലിയ വാർത്തയായിരുന്നു അത്. ആ ഒരു ശബ്ദം കേൾക്കുന്നത് ഭൂമിക്ക് അടിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള നമ്മൾക്ക് അത് പരിശോധിക്കാനുള്ള എക്യുപ്മെൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. നമ്മളേക്കാൾ, അതായത് നമ്മളുടെ ഒരു മേഖലയും അല്ല അത് ശരിക്കും. അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു. കാരണം അതിനൊരു സാധ്യത, ഇതിന് പലതരത്തിൽ സാധ്യതകളുണ്ട്. അപ്പോൾ അതിനൊരു സാധ്യത ഇതേ രീതിയിലാണ് വാട്ടർ ഹാമറിങ് വഴിയൊക്കെ അങ്ങനെ പല വീടുകളിലും സംഭവിച്ചതായിട്ട് കാണാം. അപ്പോൾ അതാണ് സാധ്യത എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ആ ഒരു എപ്പിസോഡ് മാത്രം കുറച്ച് വിമർശനം ഉണ്ടാക്കി. കാരണം എന്താ വെച്ചാൽ തുടക്കത്തിലേ ഞാൻ പറയുന്നുണ്ട്, ഇത് കൂടുതൽ പഠനങ്ങൾ നടത്തിയതിന് ശേഷം മാത്രമേ നമുക്കത് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം അത് നമ്മൾക്കറിയാവുന്ന കാര്യം എന്താണോ നമ്മൾ ചെന്നിട്ട് നമുക്ക് മനസ്സിലാവുന്നത്, അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കാറ്. അപ്പൊ അത് കുറെ വിമർശകർക്ക് അതൊരു ഒരു ചെറിയൊരു ഇത് കിട്ടിയത്. അതേപോലെയാണ് മെന്റലിസം എന്ന് പറയുന്ന ഏരിയയെ ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ, മാജിക്കിന്റെ ഒരു വേറിട്ടൊരു ഭാവം, അത്ഭുതം തീർക്കുന്ന കല എന്ന് വെച്ചാൽ മാജിക്കും മെന്റലിസം അത് തന്നെയാണ്. അതിലിപ്പോ ഒരു പുതിയൊരു വകഭേദം എന്ന് വേണമെങ്കിൽ പറയാം മാജിക്കിന്റെ, അത്രേ ഉള്ളൂ, അതല്ലാതെ മറ്റൊന്നുമില്ല. പക്ഷേ ഇതെല്ലാവരും ഭയങ്കര സിദ്ധി നേടിയവരാണ് മെന്റലിസം ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഈ മെന്റലിസ്റ്റുകളിൽ ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ചിലരൊക്കെ ഒരുപക്ഷെ ഇത് എതിരായിട്ടും പറയുന്നുണ്ട് മെന്റലിസ്റ്റുകളൊക്കെ. അപ്പോൾ ഇതിലെവിടെയാണ് നമ്മൾ ഇത് വിശ്വസിക്കേണ്ടത്? എന്താണ് ഇത്? ട്രിക്ക് മാത്രമാണോ? ട്രിക്ക് എന്നുള്ള വാക്ക് എനിക്ക് തോന്നുന്നു ഞാനാണ് അത് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. പല ആളുകളും ചിലപ്പോൾ സയൻസ് ആണെന്ന് പറയുന്ന ആളുകളുടെ ശാസ്ത്രമാണ്, അങ്ങനെ പല രീതിയിൽ പറയുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഷോയിൽ തുടക്കം മുതലേ എൻ്റെ ഷോയിൽ ഓരോ ഇപ്പോൾ മെന്റലിസം പെർഫോമൻസ് ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ സിദ്ധി നേടിയ ആളുകളാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതൊരു മെന്റലിസ്റ്റ് ചെയ്യുന്ന മെന്റലിസം പെർഫോമൻസും സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് ഞാനും വേദിയിൽ അവതരിപ്പിക്കാറുള്ള ഒരാൾ തന്നെയാണ്. എനിക്കാരും സിദ്ധി ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, എനിക്കാരും സിദ്ധി പകർത്ത് നൽകിയിട്ടുമില്ല. അത് ചിലപ്പോൾ ഫാസിലിന് അറിയാതെ എൻ്റെ വേദിയിൽ ഞാനൊരു പെർഫോമൻസ് ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെയാണ് അന്ന് പെർഫോം ചെയ്തിരുന്നത് സ്റ്റേജിൽ. അന്ന് ഞാൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാന ഒരു അരമണിക്കൂറിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞ ബാബമാരൊക്കെ ചെയ്യുന്ന അന്തരീക്ഷത്തിൽ നിന്ന് വിഭൂതി എടുക്കുക, വായിൽ നിന്നും ചെറിയ കല്ലുകൾ പ്രത്യക്ഷപ്പെടുത്തുക, അങ്ങനെയുള്ള പല പല അത്ഭുതങ്ങൾ അന്ന് ചെയ്യുമായിരുന്നു. പിന്നെ അതുപോലെ പഴം വെച്ചിട്ട് രോഗശാന്തിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അവരുടെ മുമ്പിൽ വരുന്ന ആളുകളുടെ അടുത്ത് ഒരു പഴം വെക്കുന്നു, അതിൻ്റെ ഉൾഭാഗം 3-4 ആയിട്ട് മുറിക്കുന്ന കുറേ കാലം മുമ്പാണ് കേട്ടോ. ഇന്നൊക്കെ അതിൻ്റെ ട്രിക്ക് കുട്ടികൾക്ക് വരെ അറിയാം. അപ്പോൾ ഇതൊക്കെ ഞാൻ റിവീൽ ചെയ്യും. ഈ തേങ്ങയ്ക്കകത്ത് രക്തം, അതെ, ഇതൊക്കെ ഞാൻ സ്റ്റേജിൽ ഇത് അത്ഭുതമായിട്ട് അവതരിപ്പിച്ചിട്ട് റിവീൽ ചെയ്യും. അപ്പോൾ ഒരു ആളുകൾക്ക് അത് ഉപകാരപ്പെടുകയും ചെയ്യും. എന്നാൽ മാജിക്കിന് വലിയ പ്രശ്നം സംഭവിക്കുകയില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ അന്നേ ഞാൻ ആരംഭിച്ച ഒരു സംഭവമാണിത് ഇങ്ങനെ. അപ്പൊ അന്നും ഞാൻ പറയുന്നുണ്ട്, ഇതുപോലെ തന്നെ ഞാൻ മുൻപ് ചെയ്ത എല്ലാ മാജിക്കുകളും ട്രിക്കുകളും ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, ഏതൊരു മജീഷ്യൻ ആണെങ്കിലും ഏതൊരു മെന്റലിസ്റ്റ് ആണെങ്കിലും ശരിക്കും അവരുദ്ദേശിക്കുന്നത് കാണികളെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളത് മാത്രം. അതിൽ കവിഞ്ഞ് പറയുകയാണ് ഞങ്ങൾ ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഞങ്ങളിപ്പോൾ മാനസിക പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. ഒരിക്കലും മജീഷ്യനും മെന്റലിസ്റ്റിനൊന്നും ഒരാളുടെ മാനസിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവകാശവാദം ഉന്നയിച്ച ഒരു മെന്റലിസ്റ്റിനെ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ ഞാനത് റിവീൽ ചെയ്തിരുന്നു. അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അത് ചെയ്യാൻ സാധിക്കില്ല. മെന്റലിസം ശരിക്കും എന്തൊക്കെ തരത്തിലുള്ള ട്രിക്സ് ആണ് മെന്റലിസത്തിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്? എന്തെങ്കിലും ഭയങ്കര ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തേണ്ടതുണ്ടോ? ഇപ്പോൾ ഫേസ് എക്സ്പ്രഷൻസ് ഒക്കെ നോക്കിയിട്ട് ഇപ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എസ് എന്ന് പറയേണ്ടതില്ല, അത് മനസ്സിൽ വിചാരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നിടത്ത് എന്ത് തരം സയൻസ് ആണ് അപ്ലൈ ചെയ്യുന്നത്? അല്ല, ഫേസ് എക്സ്പ്രഷൻ ഒരു കാര്യം പറഞ്ഞു, മൈക്രോ എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞൊരു തെറ്റായ ഒരു പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഒരിക്കലും അതിലൊന്നും മെന്റലിസം പെർഫോമൻസിലൊന്നും അത് ഉപയോഗിക്കുന്നു പോലുമില്ല. അതൊക്കെ വെറും തെറ്റായിട്ടുള്ള ഒരു പ്രചരണമാണ്. പിന്നെ ഫേസ് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയാം. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും കാര്യം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറയാം. അതായത് ഇപ്പോൾ ഒരു 3 ആളുകൾ ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. ഇവിടെ ഞാനൊരു ബോൾ വെച്ചിട്ടുണ്ട്.
ഞാൻ തിരിഞ്ഞു നിൽക്കുകയാണ്, ഞാൻ കാണുന്നില്ല. 3 പേര്, ഇതിൽ ആരെങ്കിലും ഒരാൾ ആ ഒരു ബോൾ എടുത്ത് ഹൈഡ് ചെയ്യാൻ പറയാണ്. ഞാൻ കണ്ടിട്ടില്ല ആരാ എടുത്തിരിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാനിങ്ങനെ തിരിഞ്ഞിട്ട് ഈ 3 പേരുടെ മുഖത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫേസ് എക്സ്പ്രഷൻ വെച്ചിട്ട് അത് ആരാണ് എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. 100% എന്ന് പറയില്ല, 90%. പ്രത്യേകിച്ച് നമ്മൾ അതെ അതെ അതെ. അപ്പോൾ ഏകദേശം മനസ്സിലായില്ല. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഇത് വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ സാധിക്കുമായിരിക്കാം. ഇതേ നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. അതല്ലാതെ ഒരുപാട് ഫേസ് എക്സ്പ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ഒരു സ്റ്റേജിൽ നിന്നിട്ട് അത്തരം കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യാന്ന് വെച്ചാൽ അതൊന്നും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമില്ല. അതൊക്കെ തെറ്റായ പ്രചരണമാണ്. അതുകൊണ്ടാണ് മെന്റലിസം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ടുള്ളൊരു പ്രചരണമാണ്. പക്ഷേ സാധ്യതകളുണ്ട്, ചെറിയ ചെറിയ, ഞാനിപ്പോൾ ഈ പറഞ്ഞതൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്തരത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. അതും വൈഡ് ആയിട്ടുള്ള ഓഡിയൻസിൻ്റെ അടുത്തൊന്നും നടക്കില്ല, പ്രത്യേകിച്ച് മലയാളികളുടെ അടുത്തൊന്നും എനിക്ക് തോന്നുന്നില്ല അത് പോസിബിൾ ആണ്. അപ്പോൾ മെന്റലിസം ആക്ച്വലി നമ്മൾ മാജിക്കിന്റെ ഒരു വകഭേദം മാത്രമാണോ? അത്ര തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. മാജിക്കിന്റെ ഒരു വകഭേദം തന്നെയാണ്. കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ ഒരുപാട് സപ്പോർട്ടോട് കൂടി നമ്മൾ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പെർഫോമൻസിന് വേണ്ടി ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഒരു എൻവലപ്പാണ്. ഇതിനകത്ത് എൻ്റെ ഒരു പ്രഡിക്ഷൻ ഉണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചോളൂ. ഇത് കയ്യിൽ പിടിച്ചോളൂ. ഓക്കെ. ഇനി എൻ്റെ ഫോണിൽ 100 ഇന്റർനാഷണൽ സെലിബ്രിറ്റീസിന്റെ പേരുകൾ ഞാൻ നോട്ട്സിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, 100 പേരുടെ. അതുപോലെ തന്നെ 100 ഷോപ്പിംഗ് ലിസ്റ്റും ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? 100 എണ്ണം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഞാൻ ചെക്ക് ചെയ്യാൻ തരാം. അതിനു മുമ്പ് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ, 1നും 100നും ഇടയിലുള്ള ഇഷ്ടപ്പെട്ട ഒരു നമ്പർ മനസ്സിൽ വിചാരിക്കാം. ഏത് വേണമെങ്കിലും മനസ്സിൽ വിചാരിക്കാം. വിചാരിച്ചോ? ഏതാണ് വിചാരിച്ചത്? 50 ആണ് വിചാരിച്ചത്. ഓക്കെ, മാറ്റണോ? അത് തന്നെയായിട്ട് മുമ്പോട്ട് പോവാം. ഓക്കെ. അപ്പൊ 100 സെലിബ്രിറ്റീസിന്റെ പേരുകൾ നോട്ട്സിലുണ്ട്, അത് നോക്കാം. 50 ആണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ? എല്ലാം ഡിഫറെന്റ് അല്ലേ നോക്കാം. 50ാമത്തെ ആരാണ് എന്നും നോക്കാം. എല്ലാം ഡിഫറെന്റ് ആണോ? 50ാമത്തെ ആരാണ്? 50ാമത്തെ നെൽസൺ മണ്ടേലയാണ് 50 വരുന്നത്. നെൽസൺ മണ്ടേല വേറെ വന്നിട്ടുണ്ടോ നോക്കി, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ വേറെ എവിടെയെങ്കിലും നെൽസൺ മണ്ടേല വന്നിട്ടുണ്ടോ? ആദ്യത്തെ ആ ഒരു മെന്റലിസം പെർഫോമൻസിൽ ഞെട്ടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു, രൂക്ഷമായിട്ട് നോക്കുകയാണ്. തീർച്ചയായിട്ടും എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ തന്നെ അത് കണ്ടുപിടിക്കണമല്ലോ. എന്നെ പറ്റിച്ചിട്ട് അങ്ങനെ ഇപ്പൊ പോണ്ട എന്നുള്ളതാണ് എന്റെ വിചാരം. ഇതിൽ കാണുന്നില്ല നെൽസൺ മണ്ടേല 50. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ നമ്പറിൽ വന്നിരിക്കുന്നത് നെൽസൺ മണ്ടേലയാണ് അല്ലേ? ബാക്കിയെല്ലാം ഡിഫറെന്റ് ആണ്. ഓക്കെ, ഫോൺ തരാം തിരിച്ച്. അപ്പോൾ ഇനി നമുക്ക് ഷോപ്പിംഗ് ലിസ്റ്റ് നമുക്ക് നോക്കാം. ഷോപ്പിംഗ് ലിസ്റ്റ് വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഷോപ്പിംഗ് ലിസ്റ്റ് എടുത്തിട്ടുണ്ട്, അത് നോക്കാം. എല്ലാം ഡിഫറെന്റ് അല്ലേ നോക്കാം. അതുപോലെ താങ്കൾ പറഞ്ഞ 50 ആ നമ്പറിൽ വരുന്നത് ഏതാണെന്നും നോക്കാം. ഏറെക്കുറെ എന്റെ കണ്ണില് ഏറെക്കുറെ അതെന്താണ് കൃത്യമായിട്ട് നോക്കിക്കോളൂ. എളുപ്പത്തിൽ അങ്ങനെ വിജയിക്കാൻ സമ്മതിക്കില്ല. ഓക്കെ, 50ാമത്തെ ഏതാണെന്നും ഒന്ന് നോക്കാം. 50ാമത്തെ ടി ആണ്. ഓക്കെ, ബാക്കിയെല്ലാം ടി വേറെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ നോക്കി. ടി വേറെ വന്നിട്ടില്ല, ഉറപ്പാ. താങ്കൾ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നതാണ്. എൻ്റെ ഭാഗത്തു നിന്നുള്ള ഫോഴ്സിങ് കാര്യങ്ങളൊന്നും ഇതിലും ഉണ്ടായിട്ടില്ല. 50 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്താണ്. 50 എന്ന് പറയുന്ന നമ്പറിൽ ആ സെലിബ്രിറ്റീസിന്റെ ലിസ്റ്റിൽ ആരാണ് എന്നുള്ളതും അതുപോലെ ആ ഷോപ്പിംഗ് ലിസ്റ്റിൽ എന്താണെന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിട്ട് കണ്ടു അല്ലേ? എന്താണ് ഇവിടെ അത്ഭുതം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ഞാൻ നേരത്തെ തന്നെ തന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങളെ വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ തുറക്കുമ്പോൾ അത് തന്നെയായിരിക്കും സംഭവിക്കുക. എന്തായാലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും. നെൽസൺ മണ്ടേലയുടെ ഫോട്ടോ, പുള്ളി കപ്പ് വെച്ച് ചായ കുടിക്കുന്നു. അത് ഭയങ്കര സംഭവമായി പോയി. ഞാൻ ആദ്യത്തേത് പ്രതീക്ഷിച്ചു, ഈ രണ്ടാമത്തെ കപ്പ് എന്തിനാണ് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും കൊള്ളാം. ഇതെങ്ങനെ ഈ 2 വാക്കും എങ്ങനെയാ 50 തന്നെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത്? ആ ഒരു ചോദ്യചിഹ്നമാണ് ഈ ഒരു അത്ഭുതത്തിനെ നിലനിർത്തുന്നത്. അപ്പൊ പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ട്രിക്ക് പോയില്ലേ? ശരി, ആ ട്രിക്ക് വെച്ചോളൂ. അപ്പോ എന്തായാലും രസമുള്ളൊരു അല്ല, ഇത് നേരത്തെ പറഞ്ഞ രീതിയിൽ ഇതിൽ സിദ്ധിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ ആദ്യം ചെയ്തതാണെങ്കിലും സിദ്ധിയോ എനിക്ക് വേണമെങ്കിൽ നേരത്തെ മുൻകൂട്ടി ഞാൻ കണ്ടിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ഞാൻ അതിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ വേണമെങ്കിൽ അവകാശപ്പെടാം. അങ്ങനെയൊന്നുമില്ല, എല്ലാം ട്രിക്ക് തന്നെയാണ്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ട്രിക്ക് തന്നെയാണ്, അതല്ലാതെ മറ്റൊന്നുമില്ല. ചിലപ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ ഇതൊക്കെ റിവീൽ ആവാം. നമ്മളതും പ്രതീക്ഷിക്കണമല്ലോ, കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. നാട്ടിലൊക്കെ പോയിട്ട് നമ്മൾ കൂട്ടങ്ങളിലൊക്കെ നിന്ന് സംസാരിക്കുമ്പോൾ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഇച്ചിരി അടുപ്പോ അകൽച്ചയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ വന്നിട്ട് പ്രേതത്തെ ഓടിച്ചിട്ട് പിടിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് തമാശയ്ക്ക് അതിനെ എടുക്കുമോ, അതേ സീരിയസ് ആയിട്ട് നീ കൊണ്ടുപോവാ പ്രേതത്തെ എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. തുടക്ക കാലഘട്ടങ്ങളിൽ ഇതേ രീതിയിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിലാക്കി നമ്മൾ അവതരിപ്പിക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ എതിർത്ത് സംസാരിക്കുകയാണെങ്കിൽ അവർ ഏത് രീതിയിലാണോ ഇതിനെ എതിർക്കുന്നത്, ചിലപ്പോൾ എന്നെ അസഭ്യം പറഞ്ഞുകൊണ്ടായിരിക്കാം, തിരിച്ച് ഞാൻ അതേ രീതിയിൽ തന്നെ അവരെങ്ങനെയാണോ ഏത് ഗ്രാഫിലാണോ നമ്മളോട് സംസാരിക്കുന്നത് അതിൻ്റെ മുകളിൽ നിന്നിട്ടായിരിക്കും ഞാൻ തിരിച്ച് പ്രതികരിച്ചിരുന്നത്.
പക്ഷെ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ രീതി, ഈ ശൈലി ശരിയല്ല. കാരണം പിന്നീട് എന്നെ കാണുമ്പോൾ തന്നെ അവർ അതായത് ഞാൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല. ആ ഒരു രീതി, ഒരു ശത്രുതയിലേക്കാണ് വരുന്നത്. വേറെ അങ്ങനെ പേഴ്സണലി വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും വേറെ എന്തൊക്കെയോ ആശയങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുടെ പേരിലോ ആയിരിക്കാം വെറുതെ അനാവശ്യമായിട്ടൊരു ശത്രുതയിലേക്ക് വരികയാണ്. പിന്നെ ഞാൻ പ്രധാനമായിട്ടും ഞാൻ പറയുന്നത് പിന്നെ ആരും കേൾക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ എൻ്റെ ശൈലി ശരിയല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ മനസ്സിലാക്കിയല്ലോ, പിന്നെ ഇവന് മനസ്സിലായാലും എന്താണ് എന്നുള്ളൊരു ചിന്തയായിരുന്നു. പിന്നെ ഞാൻ കൂടുതലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പഠനങ്ങളൊക്കെ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് ഈ കൊച്ചുകുട്ടികളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു ബ്രെയിനാണ്. ഇതിലേക്ക് കുത്തി നടക്കപ്പെടുന്ന ആശയങ്ങളുണ്ട്. ചെറിയ പ്രായത്തിൽ, ഇപ്പോൾ ഒരു 4 വയസ്സ് 5 വയസ്സ് മുതൽ അതിലേക്ക് കുത്തി നടക്കപ്പെടുന്ന ആശയങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ സ്വാധീനിക്കും. അതിൽ നിന്ന് ഒന്ന് മാറ്റം വരിക അല്ലെങ്കിൽ ചിന്തിക്കുക എന്ന് വെച്ചാൽ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. അതാണ് ഇങ്ങനെ കുത്തി നടക്കപ്പെട്ട ആശയങ്ങളാണ് അവനെ കൊണ്ട് അസഭ്യം പറയിപ്പിക്കുന്നതെന്നും. അപ്പോൾ നമ്മളും അതേ ഗ്രാഫിൽ തന്നെ അതേ രീതിയിൽ തന്നെ നമ്മൾ പ്രതികരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരും നമ്മളും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ആ ഒരു ശൈലി അങ്ങോട്ട് മാറ്റി. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ചിരിച്ചിരുന്നിട്ട് തന്നെ നമ്മൾ മുതുകാടുമായിട്ടുള്ളൊരു ബന്ധം ഇപ്പോൾ മുതുകാടുമായിട്ട് ഷോ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്ന് പറയാമോ? മുതുകാട് സാറായിട്ടെന്ന് വെച്ചാൽ മാജിക്കിലേക്ക് ഞാൻ വരാനുള്ള പ്രധാന കാരണം മുതുകാട് സാറ് തന്നെയാണ്. ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്താണ് തോന്നുന്നത്, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ദൂരദർശനിൽ വന്നുകൊണ്ടിരുന്ന മാസ്മരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമാണ് ആദ്യമായിട്ട് മാജിക് എന്ന് പറയുന്ന സംഭവം ഞാൻ കാണുന്ന ആദ്യമായിട്ട്. ഇതാണ് മാജിക് എന്ന് ഞാൻ മനസ്സിലാക്കുന്നതാണ്. കാരണം പഞ്ചസാരയിൽ നിന്ന് മിഠായി ഉണ്ടാക്കുന്നു, ശൂന്യതയിൽ നിന്ന് പ്രാവിനെ സൃഷ്ടിക്കുന്നു. അപ്പോൾ കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിക്കാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അത് ഒട്ടും ഒഴിവാക്കാത്ത ഒരു പ്രോഗ്രാമായിരുന്നു. എൻ്റെ വീട്ടിലന്ന് TV ഇല്ല, അടുത്ത വീട്ടിൽ പോയിട്ടാണ് ഇരുന്ന് കാണുന്നത്. അത് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു 4:30 ആ ഒരു പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തത്. അപ്പോൾ 4 മണിക്ക് സ്കൂൾ വിട്ട് വേഗം ഓടി വന്നു കഴിഞ്ഞാൽ ഇത് കാണും. ബുധനാഴ്ച വൈകിട്ട് 4:30 അത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പോയിരുന്ന് കാണുമായിരുന്നത്. അങ്ങനെയാണ് അന്ന് മുതലേ ഉള്ള ഒരു ചിന്തയാണ്. അങ്ങനെ പിന്നെ 2002 ആ ഒരു ചിന്തയിൽ 2002 വീടിനടുത്ത് തന്നെയുള്ള ഒരു തയ്യൽക്കടക്കാരനായിട്ടുള്ള ഒരു അശോകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് അറിയാവുന്ന കുറച്ച് മാജിക്കുകൾ ഞാൻ നിരന്തരം അദ്ദേഹത്തിൻ്റെ പുറകെ നടന്ന് അദ്ദേഹമാണ് ആദ്യമായിട്ടൊരു ട്രിക്ക് എനിക്ക് പറഞ്ഞു തരുന്നത്. മാജിക്ക് അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ മുതുകാട് സാറിൻ്റെ അനുകരണമായിരുന്നു ഞാൻ എൻ്റെ വേദിയിൽ. കാരണം അദ്ദേഹത്തിൻ്റെ കൂടുതലായിട്ട് വീഡിയോകളും കാര്യങ്ങളൊക്കെ അന്ന് കാസറ്റാണ്, VCRൽ ഇടുന്ന കാസറ്റാണ്. അതൊക്കെ വാങ്ങി ഞാൻ ഇങ്ങനെ കാണും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലി അനുകരിച്ച് അല്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കുന്ന രീതിയൊക്കെ അനുകരിച്ചാണ് ഞാൻ അന്നൊക്കെ ഷോ ചെയ്തിരുന്നത്. 2002 പഠിച്ചു. 2005 ഞാൻ ഫയർ എസ്കേപ്പ് ചെയ്യണത് മുതുകാട് സാറ് ചെയ്യുന്നത് കണ്ടപ്പോൾ അതിൻ്റെ ട്രിക്ക് എനിക്ക് മനസ്സിലായിട്ടാണ് ഞാനത് അവതരിപ്പിക്കുന്നത്. അങ്ങനെ അത് സക്സസ് ആയി. അങ്ങനെ സാറ് വിളിക്കുകയാണ്, സാറിൻ്റെ ടീമിലേക്ക് വേക്കൻസി വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് അസിസ്റ്റൻ്റായിട്ട് ഞാൻ ഒരു 2 വർഷം അദ്ദേഹത്തോടൊപ്പം അന്ന് വർക്ക് ചെയ്തത്. അപ്പോൾ 2005 ആദ്യമായിട്ട് മുതുകാട് സാറിനെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിലൊരു അംഗമായിട്ട് ഞാൻ 2 വർഷം ഇന്ത്യയിൽ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും പോയി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെയാണ് ഈ പ്രേതത്തെ ഓടിക്കൽ. ആ ഒരു വിഷയത്തിൽ അത് വിട്ട് കളയില്ല പ്രേതത്തിൽ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും ആൾക്കാർക്ക് താല്പര്യമുള്ളതെന്ന് പറയുന്നത് ഈ പ്രേതത്തെ ഓടിക്കുക എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഈ അടുത്തൊരു ക്ലബ് ഹൗസ് ചർച്ചയിൽ ഒരുപാട് ആളുകൾ വന്നിട്ട് അവരുടെ അനുഭവം ഇതേ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു അനുഭവം പറയാനായിട്ട് വന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു കുടുങ്ങി, ഇദ്ദേഹം ഇനി അനുഭവം പറയാൻ പറ്റും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്നൊന്ന് പൂർണ്ണമായിട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഫോർട്ട് കൊച്ചിയിൽ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് ഏതൊരു ദിവസം അദ്ദേഹം ഫോർട്ട് കൊച്ചിയിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അദ്ദേഹം ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു അദ്ദേഹം സുഹൃത്തുക്കളെല്ലാവരും മദ്യപിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൂരെ ഒരു സ്ത്രീയുടെ രൂപം, ഒരു ഫ്രോക്ക് വൈറ്റ് കളറുള്ള കോസ്റ്റ്യൂം അണിഞ്ഞ ഒരു സ്ത്രീയുടെ രൂപം കാണുകയാണ്. അതായത് കടലിൻ്റെ അടുത്ത് ആ ബീച്ചിൽ കുറച്ച് ദൂരമായിട്ടാണ്. അത് ഞാൻ മാത്രമല്ല കണ്ടത്, എൻ്റെ കൂടെ ഇരുന്ന് മദ്യപിച്ചിരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും കണ്ടു. അവിടെ ഇരുന്ന ബാക്കിയുള്ള ആളുകൾ മുഴുവനും കണ്ടു. അവരിങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ് അവിടെ. പെട്ടെന്ന് എല്ലാവരും അതിലേക്ക് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് അപ്രത്യക്ഷമായി പോയി. അവിടെ ഇരുന്ന കുറേ ആളുകൾ എഴുന്നേറ്റ് ഓടി. അവരത് പറയാണ് പുള്ളി. അപ്പോൾ ഇവർക്ക് മദ്യപിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ കൂടുതലുള്ളത് കൊണ്ട് ഇവരെ ഗ്യാങ് ഉള്ളത് കൊണ്ടും എന്നാൽ പിന്നെ എന്താണെന്ന് അറിയണമല്ലോ എന്നുള്ള ചിന്തയിൽ ഉള്ളിൽ ഭയം ഉണ്ടെങ്കിലും ഇവർ നടന്ന് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത്. അദ്ദേഹം നടന്നു പോകരുത്. അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം പറഞ്ഞത് ഇത് എല്ലാവരും സാക്ഷിയാണ്. ആ ചർച്ച കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും സാക്ഷിയാണ്. അങ്ങനെ അദ്ദേഹം അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ വീണ്ടും ഇത് അപ്രത്യക്ഷമായി പോകുന്നു, വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ള രീതിയിൽ ഇവർക്ക് തോന്നുകയാണ്. അങ്ങനെ ഇവർ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവിടെ ആ ഒരു സ്ത്രീ മാത്രമല്ല മറ്റു കുറച്ച് ആളുകളും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. അവരും മദ്യപിക്കുന്നതാണ് അവിടെ ഇരുന്ന്. അപ്പോൾ ഈ സ്ത്രീ ഒരു വൈറ്റ് കളറുള്ള ഒരു ഫ്രോക്ക് പോലെ ഇതാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല നിലാവുണ്ട്. അപ്പോൾ നിലാവിൻ്റെ ആ ഒരു വെളിച്ചത്തിലാണ് ഈ ഒരു ഫ്രോക്ക് ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ കാണുന്നത് ദൂരെ ഇരിക്കുന്ന ആളുകൾ. പെട്ടെന്ന് തന്നെ ഒരു മേഘം വന്നത് മറക്കുകയാണ്. അപ്പോൾ ഈ ലൈറ്റ് പോകുമ്പോൾ ഇത് ദൂരെ ഇരിക്കുമ്പോൾ അത് അപ്രത്യക്ഷമായി പോയി. പക്ഷെ പുള്ളി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, സത്യത്തിൽ എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്ന ആളായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അന്ന് ഞങ്ങളത് നേരിട്ട് പോയി നോക്കിയില്ലായിരുന്നെങ്കിൽ ഞങ്ങളും ഇന്ന് വന്ന് പറയും ഒരു അനുഭവം. കാരണം ഞങ്ങളൊരു പ്രേതത്തിനെ കണ്ടിട്ടുണ്ട്.
അതിന് നിങ്ങൾ എന്തൊക്കെ കാരണം പറഞ്ഞ് അത് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇല്ല എന്ന് പറഞ്ഞാലും ഞങ്ങളത് അംഗീകരിക്കില്ല. കാരണം ഞങ്ങൾ പറയും ഞങ്ങൾ നേരിട്ട് കണ്ടതാ, ഞാൻ ഒരാളല്ല, ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന 6-7 പേര് കണ്ടതാ. മാത്രമല്ല ആ ബീച്ചിലുണ്ടായിരുന്ന ബാക്കിയുള്ള ഒരുപാട് ആളുകളും അത് കണ്ടതാണ്. അപ്പോൾ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇവർ 6 പേര് മാത്രമാണ് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടുള്ളൂ. ബാക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിയ ആളുകൾ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നുണ്ടാവും ഞങ്ങൾ കണ്ടു, അതില്ല എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കൂ. ഇല്ല, ഞങ്ങൾ കണ്ടതാണ്, ഒരു സ്ത്രീ അവിടെ പ്രത്യക്ഷപ്പെട്ടു, അപ്രത്യക്ഷമായി. അപ്പൊ ഇതാണ് ഇപ്പോൾ ഏകദേശം മനസ്സിലായി. അപ്പൊ ഇനിയും ഫാസിൽ ഒരുപാട് പ്രേതങ്ങൾ ഓടിച്ചു പിടിക്കട്ടെ, ഒരുപാട് ട്രിക്സ് റിവീൽ ചെയ്യട്ടെ, ചാനൽ നന്നായി പോട്ടെ, അടികിട്ടാതെ രക്ഷപ്പെടട്ടെ. അത് തമാശക്കാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളുണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയുക. എന്തായാലും ഫാസിൽ വന്ന് സംസാരിച്ചതിൽ വളരെയേറെ നന്ദിയുണ്ട്. താങ്ക്സ്. ശാസ്ത്രീയ മാർഗത്തിലൂടെ നിങ്ങളുടെ കുട്ടിയുടെ അഭിരുചി നിർണ്ണയം നടത്തി ഏറ്റവും മികച്ച കരിയർ തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുന്നു കരിയർ ഗുരു. Learn stock trading with Million Dots. To know more, link in description.